അമ്മ എന്തോന്നമ്മ ഇത് ചെറിയ കാര്യത്തിന് വേണ്ടി ഒരു കൊച്ചു പിള്ളേരെ പോലെ. എന്താ കൊച്ചു പിള്ളേർക്ക് വലിയ ആൾക്കാർക്കൊന്നും സങ്കടം വരില്ല. അതല്ല, അമ്മയ്ക്ക് ഒരു അരമണിക്കൂർ വെയിറ്റ് ചെയ്താ പോലെ. മാറ്റുമെന്ന് പറഞ്ഞല്ലേ തുണി. അവക്ക് എന്തത്ര വാശി അവിടെ തന്നെ ഇടാനായിട്ട്? അമ്മയ്ക്ക് എന്തായിരുന്നു വാശി? തങ്കം, നീ ഇപ്പൊ കാണിച്ചോണ്ടിരിക്കുന്നത് അധികം തോന്നും കേട്ടാ. ഈ സ്വഭാവത്തിനോട് അങ്ങനെ നിങ്ങൾ എന്നോട് ഒന്നും പറയണ്ടല്ലോ. നിങ്ങളുടെ പെങ്ങളല്ലേ വലുത്, പിന്നെ എടി 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 ഒന്നുമില്ലെങ്കിൽ നിനക്ക് മുറ്റിയുടെ പ്രായമുള്ളല്ലേ, നീ പോത്ത് പോലെ വളർന്നല്ലേ. അവള് ഇള്ള കുട്ടിയല്ലേ എടി. 30 വയസ്സായ ആളല്ലേ ഇള്ള കുട്ടി. മിണ്ടാതിരുന്നോട്ടോ. അതിപ്പോ എനിക്കും പപ്പയ്ക്കും അല്ല, അവൾ ഇപ്പോഴും കൊച്ചു കുട്ടിയാ. നിങ്ങൾക്ക് കൊച്ചുകുട്ടിയായിരിക്കും, എനിക്ക് അങ്ങനെ തോന്നിയിട്ടില്ല. അവള് സാരി തരാന്ന് പറഞ്ഞല്ലോ. 2 കൊച്ചു പിള്ളേരുടെ അമ്മ അവള്. എനിക്ക് അവളുടെ സാരി വേണ്ട, ഒന്നും വേണ്ട, എന്റെ പട്ടിക്ക് പോലും വേണ്ട. പിന്നെ എന്തിനാണ്? എനിക്ക് എന്റെ അങ്ങനെ മേടിച്ചു തരും, അത് ഞാൻ എടുക്കും. അങ്ങനെ മേടിച്ചെന്നാലും തന്നെ മേടിച്ചു തന്നില്ലെങ്കിൽ നീ എന്ത് ചെയ്യും? ഉത്തരത്തിൽ കെട്ടി ഇതിന് വലിയ ബലമൊന്നുമില്ല. ഇത് ഒത്തിരി പ്രായം ചെന്നതാണ്. പിന്നെ മാത്രമല്ല, ഇതിനകത്ത് കെട്ടി തൂങ്ങി ആരും കാണൂലടി. വെളിയിൽ പ്ലാവും മാവും ഒക്കെ നിൽപ്പുണ്ട്. അതിൽ തൂങ്ങിയ 10 ആളെങ്കിലും വന്ന് കാണും കേട്ടാ. അറിഞ്ഞോ അറിയാതെ ഇങ്ങനെയുള്ള മണ്ടത്തരം കാണിക്കരുത്. DDT പാർട്ടിയുടെ നേതാവിന്റെ ഭാര്യ നിസാരം ഒരു സാരിക്ക് വേണ്ടി കെട്ടിത്തൂങ്ങി ചത്തെന്ന് പറഞ്ഞാൽ നാണക്കേട് എനിക്കാ. വേറെ എന്തെങ്കിലും വലിയ കാര്യം വരുമ്പോ നമുക്ക് കെട്ടിത്തൂങ്ങി. പാർട്ടിയെ പറഞ്ഞ് കളിക്കണ്ട കേട്ടോ തങ്കം. അത് വേണ്ട, ആ കളി വേണ്ട. നിങ്ങളുടെ പാർട്ടി ഉറുമ്പോടി പാർട്ടി, പൊട്ട പാർട്ടി, നിനക്ക് സാരിയും കിട്ടുന്ന ഒരു കുന്തവും കൂട്ടാ നീ കല്യാണത്തിന് പോകും. ഇനി തീർന്നില്ലേ അത്? എന്താ പെണ്ണുങ്ങളാന്ന് ഞാൻ ഒരു മര്യാദയില്ലേ? ഇങ്ങനെയുണ്ടോ? ഇത് കണ്ടല്ലേ ഈ പെങ്കൊച്ച് വളരണത്? അതന്നെ എനിക്ക് പറയാനുള്ളത്. ഇത് ഇവിടെ ഉള്ള എല്ലാവരുടെയും കാണിക്കൽ കണ്ടിട്ടാ പിള്ളേര് വളരുന്നത്. അമ്മ പറയേണ്ട തെറ്റുണ്ടോ? ഒരു തെറ്റുമില്ല. പെങ്ങളെ മാത്രമേ ന്യായീകരിക്കുള്ളൂ. ഞാൻ എന്തിനീ വെച്ചോളമ്പി വീട്ടില് നിൽക്കണേ? നീ അങ്ങനെ നിന്റെ പെങ്ങളുടെ ഭാഗം പറയൊന്നും വേണ്ട. അവിടെ അഴ ഉണ്ടായിരുന്നു ഇല്ലല്ലോ? ഇവള് പറഞ്ഞിട്ടില്ല അവിടെ അഴ കെട്ടിയത്. ആ അഴയില് തുണി ഇടുമ്പോ ഇവളോട് പറയണം. അതന്നെ ചോദിക്കാൻ കൂടെ. അതെ, അമ്മാവൻ വന്ന് ഒരുമാതിരി ഇവക്ക് വളം വെച്ചു കൊടുക്കരുത്. വളം വെച്ചല്ല, ബുദ്ധിയുള്ള മനുഷ്യൻ ന്യായത്തിന്റെ ഭാഗത്ത് നിൽക്കും. തെറ്റ് കണ്ടാ ഞാൻ പറയും. ഇതിപ്പോ തെറ്റ് എവളെ ഭാഗത്ത് തന്നെയാണ്. എന്റെ ഭാഗത്ത് ഒരു തെറ്റില്ല. ഇല്ല, അവളുടെ ഭാഗത്ത് തെറ്റില്ല. തെറ്റ് മുഴുവൻ ചെയ്താവളാ. മോള് പോയിട്ട് വല്ല കഞ്ഞി വെള്ളത്തിനെ കുറിച്ച് ഒരു കാര്യം ചെയ്യും, നിങ്ങൾ അമ്മാവനും മരുമോളും കൂടെ ഒരു തെറ്റ് ശരി ന്യായീകരിച്ചോണ്ടിരിക്കും. എനിക്ക് വേണ്ട ഇതിന്റെ വെള്ളം പൊന്നോ. ഒരു ആങ്ങളും പെങ്ങളും വന്നേ. അതന്നെ ലോകത്ത് അവരിവർ രണ്ടുപേരും മാത്രമല്ലേ ഉള്ളൂ. എന്റെ കാര്യം ഞാൻ ചെന്ന് പറയാം. എനിക്ക് തോന്നുന്നുണ്ടത് അവൾ അങ്ങനെ ചെയ്യാൻ പാടില്ല. മനഃപൂർവ്വം അതിൽ കൊടുത്തിട്ട് ഇട്ടതാണ്. അതന്നെ പെണ്ണ് എന്റെ ആങ്ങളെ കെട്ടിച്ചു കൊടുക്കണ്ടായിരുന്നു. നീ ഇത് മടക്കി തന്നെ വീണ്ടും വീണ്ടും മടക്കിക്കൊണ്ടിരിക്കണല്ലേ? തീർന്നില്ലേ ഇതുവരെ? ഞാൻ ജംഗ്ഷൻ വരെ പോകണം. സാധനം വല്ല മേടിക്കണ്ട. എന്തിനാ ജംഗ്ഷൻ വരെ പോണത്? ഒരാവശ്യമുണ്ട്. എന്താ ആവശ്യം? എടി എനിക്ക് പല ആവശ്യം കാണും. നിനക്ക് സാധനം വല്ലതും മേടിക്കണ്ടേ പറയാൻ മേടിച്ചോണ്ട് വരാം. ഏട്ടൻ ചേച്ചിക്ക് സാരി മേടിക്കാൻ പോവല്ലേ? നീ അങ്ങ് ഗണിച്ചെടുത്ത അതിനിടയിൽ അങ്ങ് ഗണിച്ചെടുത്ത്. ഞാൻ ഗണിച്ചത് ഇപ്പൊ സത്യമല്ലേ? സത്യം പറയേട്ടാ, ഏട്ടൻ ചേച്ചിക്ക് സാരി മേടിക്കാൻ പോവല്ലേ? ആണെങ്കിൽ സമ്മതിക്കത്തില്ല ഞാൻ. അല്ല, ഞാനും ചോദിച്ചോട്ടെ, ക്ലീറ്റോ നിനക്ക് ഒരുപാട് സാധനങ്ങൾ മേടിച്ചു തന്നിട്ടില്ലേ? അതൊക്കെ അലമരയ്ക്ക് തിരിപ്പോലെ. അപ്പൊ ഞാൻ അവക്കൊരു ഉടുപ്പോ ചുരിദാറോ സാരിയോ ഒക്കെ മേടിച്ചപ്പോ എന്താ കുഴപ്പം? ഒരു കുഴപ്പമില്ല. ഇതിനു മുമ്പ് മേടിച്ചപ്പോഴൊക്കെ ഞാൻ എന്തെങ്കിലും എതിര് പറഞ്ഞിട്ടുണ്ടോ? ഇല്ലല്ലോ. പക്ഷെ ഈ കല്യാണത്തിന് പോകാൻ സാരി മേടിച്ച് കൊടുക്കണ്ടെന്നാ ഞാൻ പറഞ്ഞത്. അഹങ്കാരവാ. എന്റെ സാരി എടുത്തോണ്ട് പോയാ പോരെ? കൊടുക്കാറുണ്ട്, പക്ഷെ മര്യാദ വേണം. മര്യാദ. അവൾ എന്ത് മര്യാദ കാണിച്ച്? എന്ത് മര്യാദ വേണമെന്നാ? എന്റെ ക്ലീറ്റോ ചേട്ടൻ മേടിച്ചെന്ന ചുരിദാർ എടുത്താ വലിച്ചെറിഞ്ഞത്. ക്ലീറ്റോ ചേട്ടൻ എനിക്ക് വലുത് തന്നെയാ. ഇവിടെ പ്രശ്നം തീർന്നില്ലേ? അമ്മാനൊന്ന് പറഞ്ഞു, ഞാൻ ചെയ്തതിൽ വല്ല തെറ്റുണ്ടോ? എന്ത് തെറ്റ്? അവിടെ ഒഴിഞ്ഞൊരാക്കി കണ്ടപ്പോ അതില് തുണി എടുത്തിട്ടു. അതിലെന്താ തെറ്റ്? അവിടെ തുണിയൊന്നും ഇല്ലായിരുന്നു, അതുകൊണ്ടാണ് ഞാൻ എടുത്ത്. പിന്നെ അവളെ തുണി മാറ്റിട്ട് അവളുടെ തുണിയുടെ പറഞ്ഞ അത് അഹങ്കാരല്ലേ? എന്നിട്ട് ഇപ്പൊ പെങ്ങളുടെ പൂങ്കണി എന്നെ കുറ്റം പറയുക.